IPL കൊടിയിറങ്ങിയിട്ടും ആഘോഷങ്ങൾക്കും ആരവങ്ങൾക്കും കുറവൊന്നുമില്ല. RCB കപ്പടിച്ചതും പുതിയ താരങ്ങളുടെ ഗംഭീര പ്രകടനവുമെല്ലാം ഈ IPLനെ മികവുറ്റതാക്കിയിരുന്നു. RCB പഞ്ചാബ് ഫൈനലിൽ കോഹ്ലിയുടെ ആദ്യത്തെ IPL കപ്പിനായി കാത്തിരുന്നപ്പോഴും മറുപുറത്ത് പഞ്ചാബിനെ ഫൈനലിലെത്തിച്ച ശ്രേയസ് അയ്യരുടെ ബാറ്റിംഗ് മികവും നമ്മൾ കണ്ടതാണ്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഏകദിന ഫോർമാറ്റിൽ സ്ഥിരതയോടെ കളിക്കുന്ന താരമാണ് ശ്രേയസ് അയ്യർ. ഏകദിന ക്രിക്കറ്റ് ലോകകപ്പിലും ചാമ്പ്യൻസ് ട്രോഫിയിലും IPLലുമെല്ലാം തകർപ്പൻ പ്രകടനം പുറത്തെടുത്തിട്ടും ഇന്ത്യൻ സെലക്ടർമാരുടെ ഗുഡ് ബുക്കിൽ ഇടം പിടിക്കാൻ ശ്രേയസ് അയ്യർക്ക് സാധിച്ചിരുന്നില്ല എന്ന് വേണം കരുതാൻ. പരുക്കഭിനയിച്ച് ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്ന് വിട്ടുനിന്നു എന്ന ആരോപണത്തിന്റെ പേരിൽ BCCI കരാർ പോലും നഷ്ടപ്പെട്ട ശ്രേയസിനെ ഇംഗ്ലണ്ട് പര്യടനത്തിനുള്ള ടീമിൽ ഉൾപ്പെടുത്താത്തതിന് വേറെ കാരണവും അന്വേഷിക്കേണ്ടതില്ല. നിലവിൽ ഏകദിന ഫോർമാറ്റിൽ മാത്രമാണ് ശ്രേയസ് ദേശീയ ടീമിൽ കളിക്കുന്നത്. എന്നാൽ 600 റൺസിലധികം സ്കോർ ചെയ്ത ഇത്തവണത്തെ IPL പ്രകടനം അദ്ദേഹത്തെ ഇന്ത്യൻ T20 ടീമിൽ തിരിച്ചെത്തിക്കുമെന്ന് പ്രതീക്ഷിക്കും. ഇത് മാത്രമല്ല, വൈറ്റ് ബോൾ ഫോർമാറ്റിൽ ക്യാപ്റ്റനാക്കാനുള്ള പരിഗണനയിലേക്കും ശ്രേയസ് എത്തിക്കഴിഞ്ഞെന്നാണ് BCCIയുടെ അടുത്ത വൃത്തങ്ങൾ നൽകുന്ന സൂചനകൾ. രോഹിത് ശർമ്മ വിരമിച്ചതോടെ ശുഭ്മൻ ഗില്ലിനെ ടെസ്റ്റ് ടീമിന്റെ ക്യാപ്റ്റനായി നിയമിച്ചിരുന്നു. ഹാർദിക് പാണ്ഡ്യയെ മറികടന്ന് സൂര്യകുമാർ യാദവിനെ T20 ക്യാപ്റ്റനുമാക്കി. ഏകദിന ക്രിക്കറ്റിൽ മാത്രം തുടരുന്ന രോഹിത് ശർമ്മയ്ക്ക് 2027 ലോകകപ്പ് ആകുമ്പോഴേക്കും 40 വയസ്സാകും. അതുവരെ ടീമിൽ തുടരാൻ അദ്ദേഹത്തിന് സാധിക്കുമെന്ന് ഉറപ്പില്ലാത്ത സാഹചര്യത്തിലാണ് ഇപ്പോഴേ ക്യാപ്റ്റൻസി ചർച്ചകൾ പുരോഗമിക്കുന്നത്. ലോകകപ്പ് പോലൊരു സുപ്രധാന ടൂർണമെന്റിൽ ടീമിനെ നയിക്കാനുള്ളയാളെ അതിന് തൊട്ടു മുൻപ് തിരഞ്ഞെടുക്കാൻ സാധ്യത വളരെ കുറവാണ്. ഒരു വർഷമെങ്കിലും മുൻപേ ചുമതലയേൽപ്പിക്കും. ടെസ്റ്റ് ക്യാപ്റ്റൻ എന്ന നിലയിൽ ഗില്ലിന്റെ പ്രകടനം കൂടി കണക്കിലെടുത്താകും ഇക്കാര്യത്തിൽ സെലക്ടർമാർ അന്തിമ തീരുമാനമെടുക്കുക. ഏകദിന ടീമിലും അവിഭാജ്യ ഘടകമായ ഗില്ലിന് ടെസ്റ്റ് ക്രിക്കറ്റിൽ നേതൃ മികവ് തെളിയിക്കാൻ സാധിച്ചാൽ ഏകദിന ക്യാപ്റ്റൻസി കൂടി ലഭിക്കാൻ സാധ്യതയേറെയുണ്ട്. ഇന്ത്യൻ ക്രിക്കറ്റിന്റെ രീതികൾ അനുസരിച്ച് ഇപ്പോഴത്തേതുപോലെ 3 ഫോർമാറ്റിന് 3 ക്യാപ്റ്റൻ എന്ന സംവിധാനം ദീർഘകാലത്തേക്ക് തുടരാൻ സാധ്യതയില്ല. സൂര്യകുമാർ യാദവിന് ഏകദിന ടീമിൽ ഇടം പിടിക്കാൻ സാധിക്കാത്ത സാഹചര്യത്തിൽ വൈറ്റ് ബോൾ ചുമതല പൂർണ്ണമായി അദ്ദേഹത്തെ ഏൽപ്പിക്കാൻ ആവില്ല. 34 വയസ്സുള്ള സൂര്യയെ ദീർഘകാല നേതൃത്വത്തിലേക്ക് പരിഗണിക്കുന്നതുമില്ല. ഇങ്ങനെയൊരു സാഹചര്യത്തിലാണ് IPLൽ നേതൃമികവ് തെളിയിച്ച ശ്രേയസ് സജീവ പരിഗണനയിലേക്ക് വരുന്നത്. 3 ടീമുകളെ IPL ഫൈനലിൽ എത്തിച്ച ശ്രേയസ് കഴിഞ്ഞ സീസണിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനൊപ്പം കിരീടവും നേടി. MS ധോണിയുടെയും വിരാട് കോഹ്ലിയുടെയും രോഹിത് ശർമ്മയുടെയും ക്യാപ്റ്റൻസി ശൈലികൾ ഒത്തുചേർന്നതാണ് ശ്രേയസിന്റെ ശൈലിയെന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ.